അർബുദത്തെ പ്രതിരോധിക്കാനായി റഷ്യ വികസിപ്പിച്ച എൻറ്ററോമിക്സ് വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ചു. പ്രാരംഭ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ വാക്സിൻ 100% കാര്യക്ഷമവും സുരക്ഷിതവുമാണെന്ന് തെളിഞ്ഞതായി റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഷ്യയിലെ നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജിക്കൽ സെന്ററും എംഗൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്യുലാർ ബയോളജിയും സംയുക്തമായി നടത്തിയ ഗവേഷണത്തിലാണ് വാക്സിൻ വികസിപ്പിച്ചത്. ക്യാൻസർ വാക്സിൻ പരീക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ ബോബൻ തോമസിന്റെ പ്രതികരണത്തിലേക്ക്. ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ചികിത്സ, അതിന്റെ പലതരത്തിലുള്ള ഇമ്മ്യൂണോതെറാപ്പി ഇപ്പൊ തന്നെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റേഴ്സ്, പുതുതായിട്ട് വന്നിട്ടുള്ള കാർട്ടി സെൽ തെറാപ്പി, അതൊക്കെ ഇമ്മ്യൂണോതെറാപ്പിയുടെ ഒരു മൊഡാലിറ്റിയാണ്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു സബ് ടൈപ്പ് ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസർ വാക്സിൻസ് എന്നുള്ളത്. പക്ഷെ നമ്മളൊരു വൈറസിനെതിരെയോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയക്കെതിരെയോ നമ്മളൊരു വാക്സിൻ ജനറേറ്റ് ചെയ്യുന്ന പോലത്തെ അത്ര സിമ്പിൾ ആയിട്ടോ ഈസി ആയിട്ടോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിൻ അല്ലായിരുന്നു ക്യാൻസറിനെതിരെയുള്ളത്. കാരണം ക്യാൻസർ എന്ന് പറഞ്ഞത് ഒരു കാരണം കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല, പല പല കാരണങ്ങൾ കൊണ്ട് ഒന്നിൽ കൂടുതൽ ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച് അതിന്റെ ഫലമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെസ്സഞ്ചർ RNA mRNA വാക്സിൻ ആണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ സയന്റിഫിക് ലിറ്ററേച്ചറിൽ ഇപ്പൊ റഷ്യൻ ഇതിനെ പറ്റിയിട്ടാണ് ഇപ്പൊ മീഡിയയിലാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു സയന്റിഫിക് ലിറ്ററേച്ചറിൽ നോക്കുവാണെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വന്നിട്ടില്ല. പക്ഷെ ഏർലി റിസൾട്ട്സ് നമുക്കും എന്താ പറയുന്നത് ഓൺകോളജിസ്റ്റിനും ഇതിനെപ്പറ്റി തന്നെ ഒരു ഇനീഷ്യൽ ഐഡിയാസേ ഉള്ളൂ. പക്ഷെ കൺസെപ്റ്റ് വളരെ പ്രോമിസിംഗ് ആണ്. അപ്പോൾ അത് ഫലപ്രദമാവുമെന്ന് വിശ്വസിക്കാം. കാരണം ക്യാൻസർ പോലത്തെ ഒരു എന്താ പറയുന്ന ഒരു പേടി ഉള്ള ഒരു രോഗത്തിന് ഇതുപോലത്തെ ഒരു വാക്സിനൊക്കെ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ടു ഇയർലി ടു സേ, കുറച്ചും കൂടി ഇതിനെ പറ്റിയിട്ടുള്ള പേപ്പേഴ്സും ഡേറ്റാസും കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ സാധിക്കത്തുള്ളൂ.